രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റ് ഇന്ന് അവതരിപ്പിക്കും. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കും. നിയമസഭയിൽ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം, നെഴിഞ്ഞം പദ്ധതി, ക്ഷേമ പെൻഷൻ ഉയർത്തൽ തുടങ്ങി നിരവധി പ്രതീക്ഷകൾ ആളുകൾക്കുണ്ട്. ഈ ബജറ്റ് സാധാരണക്കാരെ ബാധിക്കുന്ന കാര്യങ്ങളിൽ പ്രശ്ന പരിഹാരത്തിന് വഴിയാകുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സംസ്ഥാന സർക്കാർ. കേന്ദ്ര സഹായം വളരെ കുറയുന്ന ഒരു കാലത്ത് ഈ പ്രതിസന്ധിയൊക്കെ മറികടക്കാൻ സർക്കാർ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ് എന്നറിയാം. അപ്പോൾ ഈ കൂടുതൽ ബാധ്യത, അതായത് ഈ ബുദ്ധിമുട്ടുകളൊക്കെ, ഈ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ കടന്നു പോകാൻ കൂടുതൽ അധിക ബാധ്യത ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ജനങ്ങൾ. നമ്മുടെ കെ.എൻ. ബാലഗോപാലിൻ്റെ ധനമന്ത്രിയുടെ വീട്ടിൻ്റെ മുന്നിൽ നിന്ന് ഷെബീദ് റാവുത്തർ തത്സമയം ചേരുന്നു. അതുപോലെ നിയമസഭയുടെ മുന്നിൽ നമ്മുടെ അലക്സ് റാം മുഹമ്മദ് ഉണ്ട്. അതുപോലെ നിയമസഭയ്ക്ക് അകത്ത് നമ്മുടെ ആർ ശ്രീജിത്തും ഉണ്ട്. അപ്പം മൂന്ന് പേർക്കും ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. നിങ്ങളെപ്പോലെ നമുക്ക് ഉത്കണ്ഠയുണ്ട് ഇന്നത്തെ ബജറ്റിൽ, ഈ പുസ്തകത്തിൽ എന്തായിരിക്കും ഉള്ളതെന്നുള്ളത്. ആദ്യം നമുക്ക് ഷെബീദ് റാവുത്തറിലേക്ക്. ഷെബീദ്, ശരിക്കും എന്തൊക്കെ പ്രതീക്ഷകളാണ് ഇതിലുള്ളത്? എപ്പോഴാണ് കെ.എൻ. ബാലഗോപാൽ പുറത്തിറങ്ങുക ബജറ്റുമായിട്ട്? വെരി ഗുഡ് മോർണിംഗ്. എസ് കെ സൂചിപ്പിച്ചത് പോലെ തന്നെ പ്രതീക്ഷകളുടെ ഒരു വലിയ മല തന്നെ ഉണ്ട് എന്ന് വേണം പറയാൻ. കാരണം അത്രയധികം സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാന സർക്കാർ പോകുന്നത്. നമുക്കറിയാം എസ് കെ, ബജറ്റ് വിഹിതം പകുതിയായി കുറച്ച സാമ്പത്തിക വർഷമാണ് ഈ കഴിഞ്ഞു പോകുന്നത്. മാത്രമല്ല 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അടക്കം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുഭാവപൂർണ്ണമായിട്ടുള്ള നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പാലക്കാട് IIT നവീകരണത്തിനായി തുക അനുവദിക്കും എന്നുള്ള ഒറ്റ പ്രഖ്യാപനത്തിൽ കേന്ദ്ര ബജറ്റ് കേരളത്തോട് മുഖം തിരിച്ചു. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന് മുന്നോട്ട് പോക്കിനടക്കം ഉതകും വിധത്തിലുള്ള പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങളും നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. മാത്രമല്ല ഒരു ജനകീയ ബജറ്റായി ഇത് മാറുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റ് എന്നതിനപ്പുറത്തേക്ക് തദ്ദേശ തിരഞ്ഞെടുപ്പ്, അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്നടക്കമുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. അതിൽ ഓരോന്നോരോന്നായി വളരെ വേഗം പറയുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം അത് ക്ഷേമ പെൻഷൻ തന്നെയാണ്. നമുക്കറിയാം കെ.എൻ. ബാലഗോപാൽ ഒരു പ്രാക്ടിക്കൽ മണി മാനേജ്മെന്റിന്റെ ആളാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ബജറ്റുകളിലൊന്നും സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ച് ക്ഷേമ പെൻഷൻ വർധനം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ ക്ഷേമ പെൻഷൻ 100 മുതൽ 200 രൂപ വരെ കൂടിയേക്കുമെന്നുള്ള സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. 900 കോടി രൂപയാണ് ഒരു മാസം ക്ഷേമ പെൻഷൻ നൽകാൻ സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ 3 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ 2,700 കോടി രൂപ അതിനായി മാത്രം ബജറ്റിൽ മാറ്റിവെക്കേണ്ടി വരും. കുടിശ്ശിക തീർക്കുന്നതിനാണ് പ്രത്യേക ശ്രദ്ധ എന്ന് ധനമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു സാഹചര്യത്തിൽ അതിനായിരിക്കും കൂടുതൽ ശ്രദ്ധ ആ വിഷയത്തിൽ ഉണ്ടാവുക. ക്ഷേമ പെൻഷൻ ഏത് രീതിയിൽ പരിഗണിക്കപ്പെടും എന്നുള്ളത് ഒരു വലിയ ആകാംക്ഷയാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം വരികയാണ്. ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വിഷയമായി അത് മാറുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ ബജറ്റിലടക്കം ആദ്യം പറഞ്ഞു തുടങ്ങിയത് സംസ്ഥാനത്തിന്റെ വികസന മാതൃക വിഴിഞ്ഞം എന്നുള്ളതാണ്. അപ്പോൾ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനം ആവശ്യപ്പെട്ടതും 5,000 കോടിയുടെ പ്രത്യേക പാക്കേജാണ്. എന്നാൽ അക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞതുപോലുമില്ല. സ്വാഭാവികമായും വിഴിഞ്ഞം തുറമുഖം, അനുബന്ധ വ്യവസായ ഇടനാഴി, റിംഗ് റോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിന് കൂടുതൽ പണം ആവശ്യമായിട്ടുണ്ട്. അതിനെ എങ്ങനെ പരിഗണിക്കും? കാരണം അടുത്ത 3 വർഷത്തിനിടയിൽ സംസ്ഥാനം ഏറ്റവും കൂടുതൽ 3 വർഷം കൊണ്ട് പൂർത്തിയാക്കുന്ന ഒരു പദ്ധതി എന്ന നിലയിൽ സംസ്ഥാനം ഏറ്റവും കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കുന്നത് വിഴിഞ്ഞത്ത് നിന്നാണ്. അപ്പോൾ വിഴിഞ്ഞത്തെ എങ്ങനെ പരിഗണിക്കും എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കേന്ദ്രത്തോട് നമ്മൾ ആവശ്യപ്പെട്ടത് 2,000 കോടി, എന്നാൽ അതിനും കാര്യമായ പരിഗണന ലഭിച്ചിട്ടില്ല. രാഷ്ട്രീയമായി കൂടി ഒരു മറുപടി പറയൽ കേന്ദ്ര സർക്കാരിനോട് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നുള്ള ഒരു സാഹചര്യത്തിൽ ധനമന്ത്രി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ആ പുനരധിവാസ പദ്ധതിക്ക് കരുത്തേകുന്ന കൂടുതൽ പ്രഖ്യാപനങ്ങൾ അതുണ്ടാകും എന്നുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ 9 മണിക്കായിരിക്കും നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുക. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ വീടിന് മുൻപിലാണ്. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല ഈ ബജറ്റിലെ മാജിക് എന്നുള്ള കാര്യം. ഇനിയും കുറച്ചധികം കാര്യങ്ങൾ. കാരണം അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റിൽ ധനമന്ത്രിക്ക് തലവേദനയാവുക കുടിശ്ശികകൾ തന്നെയാണ്. ശമ്പള പരിഷ്കരണ കുടിശ്ശിക, ലീവ് സറണ്ടർ കുടിശ്ശിക, പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത 6 ഗഡുക്കൾ സർക്കാർ നൽകാനുണ്ട്. 5 വർഷത്തെ ലീവ് സറണ്ടർ ആനുകൂല്യം ലഭിച്ചിട്ടില്ല. 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ പ്രവർത്തനവും ഇവിടെ എത്തിയിട്ടില്ല. ഇക്കാര്യങ്ങളിലൊക്കെ ഏതു വിധത്തിലുള്ള പരിഗണന എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മറ്റൊന്ന്, ഈ സാമൂഹിക ആരോഗ്യ പദ്ധതികളുടെ ബജറ്റ് വിഹിതം നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ആശ്വാസകിരണം പദ്ധതിക്ക് മാത്രം 19 മാസത്തെ കുടിശ്ശികയുണ്ട്. കാരുണ്യ പദ്ധതിയുണ്ട്. അങ്ങനെയുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവയിലെല്ലാം കാര്യമായ പരിഗണന അത് നമുക്ക് പ്രതീക്ഷിക്കാം. നോളജ് അധിഷ്ഠിത തൊഴിലവസരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാകും. അതിന്റെയൊക്കെ ഒരു തുടർച്ച കഴിഞ്ഞ ബജറ്റിൽ ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഒരു തുടർച്ച ഏതായാലും നമുക്ക് പ്രതീക്ഷിക്കാം. ഏതാണ്ട് 8:45 ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് നിയമസഭയിലേക്ക് ഇറങ്ങുക.